ഈ ലെക്ചറിൽ പറയാൻ പോകുന്നത് CE ആംപ്ലിഫയറിൻ്റെ ഹൈ ഫ്രീക്വൻസി അനാലിസിസ് ആണ്. ഹൈ ഫ്രീക്വൻസി അനാലിസിസ് ഓഫ് CE ആംപ്ലിഫയർ. ലോ ഫ്രീക്വൻസി അനാലിസിസും മിഡ് ഫ്രീക്വൻസി അനാലിസിസും നമ്മൾ പഠിച്ചു. ഇനി ഹൈ ഫ്രീക്വൻസി അനാലിസിസ് നമുക്ക് നോക്കാം. അപ്പോൾ ലോ ഫ്രീക്വൻസിയിൽ ഗെയിൻ കുറയാനുള്ള കാരണം എന്ന് പറയുന്നത് CB, CC ആൻഡ് CE ഒക്കെയാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഹൈ ഫ്രീക്വൻസിയിൽ ഗെയിൻ കുറയാനുള്ള റീസൺ നമുക്ക് നോക്കാം. It is mainly limited by junction capacitance. The performance of amplifier is limited by junction capacitance of transistor at high frequency. ഈ ഒരു പോയിന്റ് ഒന്ന് നോട്ട് ചെയ്യാം. അതായത് ഹൈ ഫ്രീക്വൻസിയിൽ ട്രാൻസിസ്റ്ററിൻ്റെ ജംഗ്ഷൻ കപ്പാസിറ്റൻസ് അല്ലെങ്കിൽ ഇൻറ്റേർണൽ കപ്പാസിറ്റൻസ് ട്രാൻസിസ്റ്ററിൻ്റെ പെർഫോമൻസിനെ എഫക്റ്റ് ചെയ്യും. ഈ അനാലിസിസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇനി ഇതിൻ്റെ ഇക്വലന്റ് സർക്യൂട്ട് യൂസിങ് ഹൈബ്രിഡ് പൈ മോഡൽ നമുക്കൊന്ന് വരയ്ക്കാം. ഹൈബ്രിഡ് പൈ മോഡൽ യൂസിങ് ജംഗ്ഷൻ കപ്പാസിറ്റൻസ് ആണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. ഇക്വലന്റ് സർക്യൂട്ട് കംപ്ലീറ്റ് ആയിട്ടുള്ള ദിസ് ഇസ് ജസ്റ്റ് ദ ഇക്വലന്റ് ഹൈബ്രിഡ് പൈ മോഡൽ ഓഫ് BJT യൂസിങ് ജംഗ്ഷൻ കപ്പാസിറ്റൻസ്. ഇനി നമുക്ക് ബാക്കി വരയ്ക്കാം. ബാക്കി ഇൻപുട്ട് സൈഡിലെന്ന് പറയുമ്പോഴത്തേക്കും RC കപ്പിൾഡ് ആംപ്ലിഫയറിൻ്റെ ഇവിടെ CE ആംപ്ലിഫയറിൻ്റെ ഇവിടെ ഒരു റെസിസ്റ്റൻസ് RS, പിന്നെ ഇവിടെ ഒരു റെസിസ്റ്റൻസ് RB, ഇനി ഇവിടെ RC ആൻഡ് RL ആണ് വരിക. ഇവിടെ Vout, VS, RS ആൻഡ് RB. ദിസ് ഇസ് RC ആൻഡ് ദിസ് ഇസ് RL. അപ്പം ഇക്വലന്റ് സർക്യൂട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഹൈബ്രിഡ് പൈ മോഡൽ പഠിച്ചപ്പോൾ പറഞ്ഞായിരുന്നു ഹൈ ഫ്രീക്വൻസി അനാലിസിസിന് വേണ്ടി നമ്മൾ ഹൈബ്രിഡ് പൈ മോഡൽ കൺസിഡർ ചെയ്യുമ്പം C∅ ആൻഡ് C∜ ഒക്കെ നമ്മൾ സർക്യൂട്ടിൽ കൺസിഡർ ചെയ്യണം. അപ്പോൾ ഈ ഒരു ഹൈബ്രിഡ് പൈ മോഡലാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പം C∜ എന്ന് പറയുന്നത് ബേസിനും കളക്ടറിനും ഇടയ്ക്ക് ഫീഡ്ബാക്ക് കപ്പാസിറ്ററായിട്ടാണ് ഇവിടെ ആക്ട് ചെയ്യുന്നത്. ഈ സർക്യൂട്ടിനെ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ബേസ്, കളക്ടർ, എമിറ്റർ, VS, RS, C. ഇവിടെ ഹൈ ഫ്രീക്വൻസി അനാലിസിസ് ആയതുകൊണ്ട് CB, CC ആൻഡ് CE ഷോർട്ട് സർക്യൂട്ടഡ് ആണ്. അതുകൊണ്ടാണ് ആ കപ്പാസിറ്റേഴ്സ് ഇവിടെ കാണാത്തത്. ഇവിടെ ജംഗ്ഷൻ കപ്പാസിറ്റൻസിനാണ് ഇമ്പോർട്ടൻസ്. ഇവിടെ R∅ ഉണ്ട്, C∅ ഉണ്ട്, C∜ ഉണ്ട്, GMV∅. ഞാൻ ഇവിടുത്തെ ആരോ വരയ്ക്കാൻ വിട്ടുപോയി. R0, പിന്നെ VCC ഗ്രൗണ്ട് ചെയ്തേക്കുവാണ്, സോ അതാണ് അത് കാണാത്തത്. ഔട്ട്പുട്ടിൽ നമുക്ക് RC ആൻഡ് RL ഉണ്ട്. ആൻഡ് കളക്ടർ ഇസ് കണക്റ്റഡ് ടു RC ആൻഡ് ഗ്രൗണ്ട്, ആൻഡ് എമിറ്റർ ഇസ് ഗ്രൗണ്ടഡ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു സർക്യൂട്ടിൽ ഉള്ളത്. അപ്പം നമ്മൾ ഈ ഹൈ ഫ്രീക്വൻസി അനാലിസിസ് പഠിക്കുന്നതിന് മുമ്പ് ഒരു മില്ലർ എഫക്റ്റ് പഠിച്ചായിരുന്നു. അപ്പം വി ഹാവ് ടു യൂസ് ദിസ് മില്ലർ എഫക്റ്റ് ഇൻ ദിസ് equivalent circuit. By using Miller effect, we can split this feedback capacitor into C1 and C2. അതാണ് ഈ ഒരു ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത്. C∜ is the feedback capacitor between base and collector. അപ്പോൾ മില്ലർ തിയറത്തിൽ നമ്മൾ പഠിച്ചിരുന്നത് എന്താണ്? ZF എന്ന ഇംപിഡൻസിനെ ZI ആൻഡ് Z0 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. അതുപോലെ നമ്മളിവിടെ C∜ സ്പ്ലിറ്റ് ചെയ്യുന്നു. സോ ദ കപ്പാസിറ്റർ ഇസ് റിഫ്ലക്റ്റഡ് അറ്റ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. അങ്ങനെ C∜ സ്പ്ലിറ്റ് ചെയ്ത ഒരു സർക്യൂട്ട് നമുക്ക് വരയ്ക്കാം. അപ്പോൾ C∜ ഇവിടെ C1 ആൻഡ് C2 ആയിട്ടാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്. അതിൻ്റെ സർക്യൂട്ട് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. സോ ഈ സർക്യൂട്ടിൽ നമുക്ക് കാണാം ഈ ഒരു C∜ ഇവിടെ ഇത് C1 ആണ്, ഇത് C2. ഇതിപ്പോൾ മാറിപ്പോയി. C1 ആൻഡ് C2 ആയിട്ട് ഇവിടെ സ്പ്ലിറ്റ് ചെയ്ത് വരച്ചേക്കുവാണ്. C1 is a capacitor reflected at input. C1 കപ്പാസിറ്റർ ഇൻപുട്ടിൽ റിഫ്ലക്റ്റ് ചെയ്യുന്ന കപ്പാസിറ്ററിനെ നമുക്ക് എങ്ങനെ എഴുതാം? C1 is the capacitor reflected at input. C1 is equal to നമ്മൾ മില്ലർ തിയറിയിൽ മില്ലർ എഫക്റ്റിൽ നമ്മൾ പഠിച്ചായിരുന്നു. സോ വി ക്യാൻ റൈറ്റ് C∜ ഇൻറ്റു 1 മൈനസ് AV എന്ന് നമുക്ക് എഴുതാം. ഈ ഇക്വേഷൻ കാണുമ്പോൾ നമുക്ക് ഡൗട്ട് വരും. കാരണം ZFനെ നമ്മൾ ZI ആൻഡ് Z0 ആയിട്ട് കൺവേർട്ട് ചെയ്തപ്പോൾ നമ്മൾ എഴുതിയിരുന്നത് ZI is equal to ZF by
1 മൈനസ് എ എന്നാണ് നമ്മൾ എഴുതിയത്. അപ്പോൾ ഇവിടെ ഇമ്പിഡൻസിൻ്റെ സ്ഥാനത്ത് കപ്പാസിറ്റൻസ് ആണ് യൂസ് ചെയ്യുന്നത്. സോ വി ക്യാൻ റൈറ്റ് C1 ഇസ് ഈക്വൽ ടു സി മ്യൂ ഇൻറ്റു 1 മൈനസ് എ അല്ലേ. അപ്പോൾ അതായത് എന്ന് വെച്ചാൽ എന്താ, കപ്പാസിറ്റൻസ് എക്സ് സി എന്ന് പറയുന്നത് 1/j⍵c ആണ്. ദാറ്റ് ഇസ് എക്സ് സി ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു കപ്പാസിറ്റൻസ്. ഇപ്പോൾ റിയാക്റ്റൻസ് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു കപ്പാസിറ്റൻസ്. 1/c is equal to 1/1 minus a into 1/c എന്നായിരിക്കും. അപ്പം എന്താ സംഭവിക്കുക, C1 എന്ന് പറയുന്നത് 1 മൈനസ് എ ഇൻറ്റു സി മ്യൂ ആണെന്ന് നമുക്ക് പറയാം. ഇനി അത് C1 നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി എ വി എന്ന് പറയുന്നത് മിഡ് ബാൻഡ് ഗെയിൻ ആണ്. എ വി എന്ന് പറയുന്ന മിഡ് ബാൻഡ് ഗെയിൻ എന്ന് പറയുന്നത് AV is equal to minus GM into RC parallel RL parallel R0 without considering the series resistance. So ഇവിടെ നമുക്ക് C1 എങ്ങനെ എഴുതാം? Therefore C1 is equal to C mu into 1 minus A ഇവിടെ എന്താ മൈനസ് GM. അപ്പോൾ മൈനസ് മൈനസ് ചെയ്യുമ്പോൾ 1 plus GM into RC parallel RL parallel R0 എന്ന് നമുക്ക് എഴുതാം. സോ നമുക്ക് C1 കിട്ടിക്കഴിഞ്ഞു. ഇനി കപ്പാസിറ്റർ റിഫ്ലക്റ്റഡ് അറ്റ് ഔട്ട്പുട്ടാണ് അടുത്ത നോക്കുന്നത്. ഇവിടെ നമ്മൾ ഔട്ട്പുട്ട് ഇമ്പിഡൻസിനെ നമ്മൾ ZF ഫീഡ്ബാക്ക് ഇമ്പിഡൻസുമായിട്ട് കണക്ട് ചെയ്തത് Z0 is equal to ZF into A/A minus 1 എന്നാണ്. അപ്പോൾ നമുക്ക് C2നെ എങ്ങനെ കണക്ട് ചെയ്യാം? 1/C2 is equal to 1/C mu into A/A minus 1. So what is C2? C2 is equal to C mu into A minus 1 by A. ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. So how can we write C2? C2 is equal to C mu into A minus 1 by A. A എന്ന് പറയുന്നത് AV. ഓക്കെ, അപ്പം ഇവിടെ AV മൈനസ് 1 ആൻഡ് AV ഓൾമോസ്റ്റ് നമുക്ക് ക്യാൻസൽ ആയിട്ട് കൺസിഡർ ചെയ്യുവാണെങ്കിൽ വി ക്യാൻ റൈറ്റ് C2 is almost equal to C mu എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ നമ്മളിവിടെ C1 ആൻഡ് C2 നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി നോക്കാൻ പോകുന്നത് C1 ആൻഡ് C2ൻ്റെ ഹൈ ഫ്രീക്വൻസിയിലുള്ള സെപ്പറേറ്റ് ആയിട്ടുള്ള എഫക്റ്റ്. നമുക്ക് ആ ഒരു ഇക്വലൻറ്റ് സർക്യൂട്ട് ഒന്ന് നോക്കാം. അതിൻ്റെ ഇൻപുട്ട് സൈഡ് നമുക്കൊന്ന് റീഡ്രോ ചെയ്യാം. ഇൻപുട്ട് സൈഡ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ വരച്ച ആ സർക്യൂട്ടില്ലേ, ഈ ഒരു സർക്യൂട്ടിൻ്റെ ഈ ഒരു പോർഷൻ നമുക്കൊന്ന് റീഡ്രോ ചെയ്യാം. ഇവിടെ വരച്ചപ്പോൾ ഇതൊന്ന് ഷോർട്ടാക്കി വരച്ചേക്കുവാണ്. ഈ RI എന്ന് പറയുന്നത് രണ്ട് റെസിസ്റ്റൻസ് ചേരുന്നതാണ്. ഇറ്റ് ഇസ് RI is equal to RV parallel R pi. ഈ ഒരു സർക്യൂട്ടിൽ നോക്കിയാൽ കാണാം. ഇത് രണ്ടും ചേർത്തിട്ടാണ് RI വരച്ചേക്കുന്നത്. ഈ രണ്ട് കപ്പാസിറ്റേഴ്സും ചേർത്തിട്ടാണ് CI വരച്ചേക്കുന്നത്. ദാറ്റ് ഇസ് C1 parallel C pi. അങ്ങനെയാണ് ഇത് എഴുതിയിരിക്കുന്നത്. സോ ഇതിൻ്റെ രണ്ട് ഇക്വേഷൻസും ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് അനാലിസിസ് ചെയ്യാം. ഇപ്പോൾ ഇൻപുട്ട് വോൾട്ടേജ് ഇക്വേഷൻ നമുക്ക് എഴുതി നോക്കാം. ഇൻപുട്ട് വോൾട്ടേജ് ഇക്വേഷൻ എന്ന് പറയുന്നത് വി ഐ എന്ന് പറയുന്നത് എന്താ? വി ഐ എന്ന് പറയുന്നത് ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ്. ദാറ്റ് ഇസ് ടോട്ടൽ വോൾട്ടേജ്. ടോട്ടൽ വോൾട്ടേജ് എന്ന് പറയുന്നത് VS ആണ്. ടോട്ടൽ വോൾട്ടേജ് ഇൻറ്റു RI പാരലൽ 1/j⍵CI. ഈ എഫക്റ്റീവ് റെസിസ്റ്റൻസിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ് വി ഐ എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് ടോട്ടൽ വോൾട്ടേജ് ഇൻറ്റു റെസിസ്റ്റൻസ് ഓഫ് ദ സെയിം ബ്രാഞ്ച് ഡിവൈഡഡ് ബൈ സം ഓഫ് ദ റെസിസ്റ്റൻസ് RS പ്ലസ് RI പാരലൽ 1/j⍵CI. ഓക്കെ, അപ്പോൾ വി ഐ എന്ന് പറയുന്നത് എന്തിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ്? RI പാരലൽ 1/j⍵CIക്ക് അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ്. അപ്പം ഇത് നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്യാം. ഈ ഒരു RI പാരലൽ 1/j⍵C എന്ന് എക്സ്പാൻഡ് ചെയ്യാം. അപ്പം നമുക്ക് എന്ത് കിട്ടുമെന്ന് നോക്കാം. RI ഇൻറ്റു 1/j⍵C1 ഡിവൈഡ് ബൈ RI പ്ലസ് 1/j⍵CI
omega C1. Okay. അപ്പോൾ ഇനി നമുക്ക് ഇത് ഈ ഇക്വേഷനിലോട്ട് ഇട്ട് കൊടുക്കാം. Then it will be VI is equal to VS into RI into 1 by j omega Ci divided by RS plus RI into 1 by j ഇവിടെ ഒരു divided by RI plus 1 by j omega Ci RI plus ഇവിടെ j omega C1 divided by RI plus j1 by j omega C1 ഇങ്ങനെ കിട്ടും. നമുക്ക് ഈ ഒരു സാധനത്തിന് ഒന്ന് ക്യാൻസലൊക്കെ ചെയ്തൊന്ന് റീഅറേഞ്ച് ചെയ്യാം. അതിനെ ഒന്ന് എഴുതി നോക്കുകയാണെങ്കിൽ ഇതിനെ മാത്രം നമുക്കൊന്ന് എഴുതി ഒന്ന് എടുക്കാം. അതെന്ന് പറയുന്നത് RI divided by j omega Ci divided by RI into j omega Ci plus 1 by j omega Ci. j omega Ci cancel ആയി. So we will get RI divided by RI into j omega Ci plus 1. ഇതിൻ്റെ സ്ഥാനത്ത് നമുക്ക് ഇതിട്ട് കൊടുക്കാം. Therefore VI is equal to VS into RI divided by 1 plus RI into j omega Ci divided by RS plus RI divided by 1 plus RI j omega Ci. ഇനി നമുക്ക് സോൾവ് ചെയ്യാം. ഇനിയും സോൾവ് ചെയ്യുന്നതിൽ ഈ ഒരു ടേം നമുക്ക് ന്യൂമറേറ്ററിൽ നിന്നും ഡിനോമിനേറ്ററിൽ നിന്നും നമുക്ക് കളയാം. സോ വി വിൽ ഗെറ്റ് VI is equal to VS into RI divided by RS into 1 plus RI j omega Ci plus RI. ഇനി ഈ താഴത്തെ ഡിനോമിനേറ്റർ നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്യാം. VI is equal to VS into RI divided by RS plus RI plus RS RI j omega Ci. സോ ഡിനോമിനേറ്ററിൽ ഒരു ടേം കാണാം RI പ്ലസ് RS എന്ന ടേം. അത് നമുക്ക് ഈ ഒരു ഫുൾ ടേമിൽ നിന്ന് നമുക്കൊന്ന് കോമൺ എടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു VS into RI divided by RS plus RI into 1 plus RS RI j omega Ci divided by RI plus RS. So ഇത് നമ്മൾ കണ്ടുപിടിച്ച എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ VI by VS നമുക്കിതിൽ നിന്ന് ഓക്കെ. അപ്പോൾ VI by VS എന്ന് പറയുന്നത് RI divided by RS plus RI into 1 plus RS RI j omega Ci divided by RI plus RS. So ഇനി ഗെയിൻ, അതായത് ഹൈ ഫ്രീക്വൻസി ഗെയിൻ AH of F എന്ന് പറയുന്നത് എന്താണ്? V0 by VS ആണ്. V0 by VS എന്ന് പറയുന്നത് V0 by VI into VI by VS ആണ്. ഇതെന്ന് പറയുന്നത് മിഡ് ബാൻഡ് വെച്ചിട്ട് ഡിറൈവ് ചെയ്തിട്ടുണ്ട് നമ്മൾ. ഓക്കെ, അതെന്താണ്? V0 by VI എന്ന് പറയുന്നത് മൈനസ് GM ഇൻറ്റു R0 പാരലൽ RC പാരലൽ RL ആണ്. അപ്പോൾ ഇവിടെ ഇതും നമ്മൾ കണ്ടുപിടിച്ചു. സോ വാട്ട് ഈസ് ഗെയിൻ? AH of F is equal to, അത് അടുത്ത പേജിൽ എഴുതാം. AH of F is equal to minus GM into